പ്രൈസ് ലോർഡ്. വേഗം യേശുക്രിസ്തുവിന്റെ സ്നേഹം നിർത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മളെല്ലാവരും യോസെഫിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളാണല്ലേ. യോസെഫിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ കൂടി അല്ലേ. അത് നമ്മൾ യോസെഫിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും ഇളയ മകൻ അല്ലേ. അപ്പം എല്ലാവിധ സന്തോഷവും സമാധാനവും സന്ദർഭത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതമാകേണ്ടതായിരുന്നു യോസെഫ്. പക്ഷേ യോസെഫിൻ്റെ ജീവിതത്തിൽ എന്താ വന്നത്? തള്ളലും വളരെയധികം തള്ളിക്കളയുന്നൊരനുഭവം, സ്നേഹമില്ലാത്തൊരനുഭവം അല്ലേ, അവോയ്ഡ് ചെയ്ത് ആകെക്കൂടെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു മനോഭാവത്തിൽ കൂടി കടന്നുപോയൊരു വ്യക്തി ജീവിതമായി യോസെഫ്. അതും വലുതായിട്ടോ പക്വതയായിട്ടോ ഫാമിലി ആയിട്ടോ അല്ല, ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരും തള്ളപ്പെട്ടു അല്ലേ. ആ സഹോദരങ്ങൾ വിറ്റുകളയുന്നൊരു അനുഭവം പോലും ഉണ്ടായി അല്ലേ. ആ രീതിയിൽ ഭാരപ്പെട്ട് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞ യോസെഫിനെ പോലെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ ദൈവമക്കളെ ഞാനും നീയും? നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് യോസെഫിൻ്റെ കൂടെ ഇരുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ കൂടെ ഇരുന്ന് സഹായിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ വിറ്റുകളഞ്ഞാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആർക്കും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും കർത്താവ് ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിതാവ് ഒരു വ്യക്തിയെ കണ്ട് കരങ്ങളിൽ പിടിച്ച് കൂടെയുണ്ട് എങ്കിൽ നമ്മളൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. യോസെഫിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയൊക്കെ തള്ളിക്കളഞ്ഞു, ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായി തീർന്നു? അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് മാറ്റിമറിച്ചല്ലേ. തള്ളിക്കളഞ്ഞ് വിറ്റുകളഞ്ഞ സഹോദരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് യോസെഫിൻ്റെ മുന്നിൽ വന്ന് കരം നീട്ടുവാൻ തൊക്കണം ഇടയായല്ലേ. അത്രയ്ക്ക് വലിയ മിറാക്കിൾ യോസെഫിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെങ്കിൽ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും അല്ലേ. വചനം പറയുന്ന പോലെ അദ്ദേഹം എഴുന്നേൽക്കും അല്ലേ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുക തന്നെ ചെയ്യും. അതിനാൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വൻ വിടുതലിലെ കർത്താവ് ചെയ്ത് മാനിക്കുക തന്നെ ചെയ്യും. അത് ഏറ്റവും ആ സമയം അടുത്തിരിക്കുകയാണ്. അതിനാൽ കർത്താവിനെ മുറുകെ പിടിക്കുക, ജീവിക്കുക, ദൈവം അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഈ ഷോർട്ട് എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജിൽ നിന്ന് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.